15 മുട്ട വെച്ചതിൽ 2 മുട്ട വിരിയാതെ ബാക്കി 13 മുട്ടയും വിരിഞ്ഞു. അതിൽ 2 മുട്ടയിൽ 1 മുട്ട ഒരു മഞ്ഞ കളർ പോലെ ഇരുന്ന് അത് ഞാൻ മാതളം ചെടിയുടെ അകത്തോട്ട് ഇട്ട് കൊടുത്തു. അടുത്തൊരെണ്ണം പൊട്ടിച്ച് നോക്കാം എന്താണ് സംഭവിച്ചതെന്ന്. കുഞ്ഞ് അതിനകത്തുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കാം. ജീവനില്ല കുഞ്ഞിന്. വിരിയാനുള്ള സമയം കഴിഞ്ഞപ്പോഴാണ് പൊട്ടിക്കാമെന്ന് വെച്ച് നോക്കി എന്താണ് സംഭവിച്ചതെന്ന് അറിയാമല്ലോ. സാധാരണ കുഞ്ഞുങ്ങൾ വന്ന് ഈ മുട്ടത്തോടിൽ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ കൊത്തുമ്പോൾ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിയിരിക്കുമ്പോൾ തന്നെ ഞാൻ അത് ചെറുതായിട്ട് ഇങ്ങനെ തുറന്ന് വെച്ച് കൊടുക്കാറുണ്ട് അവർക്ക് ശ്വാസം പോകാൻ വേണ്ടിയിട്ട്. ചില കോഴിക്കുഞ്ഞുങ്ങൾ അതിൽ തന്നെ ഇരുന്ന് ചത്തുപോകും. അങ്ങനെ ഒരു കോഴിക്കുഞ്ഞ് വേണ്ടിയാണ് ഇത്. ജീവനില്ല. നമ്മളും അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ, ഇതുപോലെ ചുരുണ്ടല്ലേ ഇരിക്കുന്നു. ഓക്കെ, ഇതുപോലത്തെ ഒരു സംഭവത്തിനകത്താണ് നമ്മളിരിക്കുന്നത്. ഇതുപോലെ ചുരുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തത് നിങ്ങളിതുപോലെയൊക്കെയാണ് അമ്മേൻ്റെ വയറ്റിൽ ഇരുന്നതെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ചുണ്ട് ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമായിരുന്നു. ചുണ്ട്, തല കണ്ടോ, ചത്തയി. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. പക്ഷെ മുഴുവൻ വളർച്ചയും എത്തിയ ഒരു കോഴിക്കുഞ്ഞായിരുന്നു. പാവലെ, പൂർണ്ണ വളർച്ച എത്തിയിട്ട് ഇങ്ങനെ ചത്തുപോണത് വല്ലാത്തൊരു വിഷമം തന്നെയാണ് ഇത് കാണുമ്പോഴത്തേക്ക്. പാവം. ഞാൻ ഇങ്ങനെ കേടാവുന്ന മുട്ടയൊക്കെ ഈ മാതളത്തിലാണ് കൊണ്ടിരുന്നത്. മാതളം ചെടി അതുകൊണ്ട് പൂത്തിടർന്ന് നിൽക്കുകയാണ്. നല്ല കാൽസ്യമൊക്കെ കിട്ടിയിട്ടാണെന്ന് തോന്നുന്നു.